ഇപ്പോൾ മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയെ കാണാൻ പോകുന്നുള്ള വാർത്തകളുണ്ട്, ഡൽഹിയിൽ നിന്ന് കാണാൻ പോകുന്നുണ്ട്. പക്ഷേ ഈ സംഭവം വന്നതിന് ശേഷമുള്ള ഇടപെടലുകൾ ആറത്തിലുണ്ടായിട്ടില്ലോ? നിതിൻ ഗഡ്കരിയെ കാണാൻ പോകുന്നത് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത് കേരളത്തിലെ CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രത്തിലെ BJP-യിലേക്കുള്ള പാലമാണ് എന്നറിയാത്ത ആരെങ്കിലും കേരളത്തിലുണ്ടോ? നിതിൻ ഗഡ്കരി കേരളത്തിൽ വരാറുണ്ട്, എപ്പോഴും ഇദ്ദേഹം പോയി കാണാറുണ്ട്, എപ്പോഴും പോയി കണ്ടുകൊണ്ടിരിക്കും. ഇവർ തമ്മിലൊരു ബന്ധമുണ്ട്. അദ്ദേഹമാണ് BJP ഡീലിന്റെ ഒരാളായിട്ടാണ്. CPM BJP ബാന്ധവത്തിന്റെ ഇടനിലക്കാരനാണ് നിതിൻ ഗഡ്കരി. അതുകൊണ്ടാണ് ഒരു അക്ഷരം മിണ്ടാത്തത്. അല്ലെങ്കിൽ എന്തൊരു കേന്ദ്രവിരുദ്ധ വർത്തമാനം പറയുന്ന ആളുകളെ മിണ്ടാട്ടില്ലല്ലോ, ഇപ്പോൾ മിണ്ടുന്നില്ലല്ലോ. ഞങ്ങൾക്ക് പരാതിയില്ലെന്താ പറയണത്? പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇവരോട് പറഞ്ഞത്. ഞങ്ങൾക്ക് പരാതിയില്ല. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നടന്ന് പാലം ഇങ്ങനെ തകർന്നു വീഴുമ്പോൾ ഒരു പരാതിയില്ലെന്നൊരു സർക്കാർ പറയാണ്. ബാന്ധവമാണ്, BJP CPM ബാന്ധവമാണ്. അത് തന്നെയാണ് ഈ നിലമ്പൂരിൽ നടന്നത്. ദേശീയപാതയിൽ അത് അഴിമതിയാണ്, അതിനെതിരെ മിണ്ടാത്ത സർക്കാരിന്റെ നിലപാട് ബാന്ധവത്തിന്റെ ഭാഗമാണ്. ഉറപ്പ്. അത് ഞങ്ങളുടെ നെറേറ്റീവാണ്. വ്യക്തമല്ലേ? പാലാരിവട്ടം പാലത്തിന്റെ കാര്യത്തിൽ ചെയ്ത ആളുകൾ പാലം തകർന്നൊന്നുമില്ല. ഉണ്ടാക്കിയ പ്രചരണവും ബഹളവും കേസും UDF-നെ ഗവൺമെന്റിനെ 250 പാലം പണിത് UDF. ഈ ഒരു പാലത്തെക്കുറിച്ചാണ് ഒരു എഞ്ചിനീയറിംഗ് ഡിഫക്റ്റായിട്ടാണ്. അതിന് മന്ത്രിക്ക് എന്ത് കാര്യം? മന്ത്രിയാണോ പാലം പണിയുന്നത്? അതല്ല, അഴിമതിയാണ്. ആ എഞ്ചിനീയറിംഗ് ഡിഫക്റ്റിൻ്റെ പുറത്ത് അന്നത്തെ മന്ത്രിയെ ജയിലിലടയ്ക്കാൻ ശ്രമിച്ച ആളാണ്. കോടതി ഇല്ലായിരുന്നെങ്കിൽ ഇബ്രാഹിം കുഞ്ഞ് ജയിലിൽ കിടന്നേനെ, ചെയ്യാത്ത ഒരു തെറ്റിന്. മനസ്സിലായേ? എന്നിട്ട് ഇവരിപ്പോൾ ഇവർക്ക് ഒരു പരാതിയില്ല. അത് ഞങ്ങൾ ജനങ്ങളോട് പറയണം. ഇപ്പോൾ പറഞ്ഞു ഗെയിൽ പൈപ്പ് ലൈൻ ഞങ്ങൾ പൂർത്തിയാക്കി. ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പൈപ്പ് ലൈൻ ഇടുമ്പോൾ അതിനെതിരെ സമരം ചെയ്ത് ഇത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ബോംബാണ് എന്ന് പ്രസംഗിച്ച ഒരാൾ ഈ മന്ത്രിസഭയിൽ അംഗമാണ്. എൻ്റെ കയ്യിലുണ്ട് ആ പ്രസംഗം, ആ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് അന്ന് അതിനെതിരായി സമരം ചെയ്ത ആളുകൾ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ വന്ന് അതിൻ്റെ ക്ലെയിം എടുക്കുകയാണ്. ഇപ്പം ലൈഫ് മിഷൻ 4 ലക്ഷം വീട് പണിതെന്നാണ് 9 കൊല്ലം കൊണ്ട്. 5 കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പണിത വീടിൻ്റെ എണ്ണം 4,55,000. 9 കൊല്ലം കൊണ്ട് അത്ര എത്തിയിട്ടില്ല, അതിൻ്റെ അടുത്തെത്തിയിട്ടില്ല. ഇതൊക്കെ പറയണ്ടേ? ജനങ്ങൾ അറിയണ്ടേ? പലർക്കും അറിയില്ല. പിന്നെ മുഖ്യമന്ത്രി എല്ലായിടത്തും പറയുകയാണ് കേരളത്തിലൊരു ധനപ്രതിസന്ധിയില്ല. ധനപ്രതിസന്ധി ഉണ്ട്, കടക്കണിയിലാണ് കേരളം എന്ന് പറയുന്നവർ വികസന വിരുദ്ധരാണ്. മോഡിക്കെതിരെ പറഞ്ഞാൽ ദേശവിരുദ്ധർ, പിണറായി സർക്കാരിനെതിരെ പറഞ്ഞാൽ വികസന വിരുദ്ധർ, പ്രതിപക്ഷ നേതാവ് അടക്കം വികസന വിരുദ്ധരാണ്. സമ്മതിച്ചു. എന്നാൽ ഈ കൊടുക്കാനുള്ള കാശൊക്കെ ഒന്ന് കൊടുക്കാൻ പാടില്ല. സർക്കാർ ആശുപത്രി മരുന്നില്ല. എന്തുകൊണ്ടാ? വിതരണക്കാർക്ക് കാശ് കൊടുക്കാത്തതുകൊണ്ട്. ഇപ്പോൾ അവർ 30% വില വർദ്ധിപ്പിച്ചേക്കുവാണ്. 30% മരുന്നിൻ്റെ വില. മരുന്നില്ല. മാവേലി സ്റ്റോറിൽ സബ്സിഡി ഐറ്റംസ് ഇല്ല. എന്താ? വിതരണക്കാർക്ക് കാശ് കൊടുക്കാനുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക അടക്കം പെൻഷൻകാർക്കും കൂടി തന്നെ 60,000 കോടി കൊടുക്കാനുണ്ട്. ക്ഷേമനിധികൾ പൈസ ഇല്ലാത്തതുകൊണ്ട് പൂട്ടുകയാണ്. LCT ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. KSRTC-കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല, സ്കൂളിലെ പാചക തൊഴിലാളിക്ക് പോലും പൈസ കൊടുക്കുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇന്ന് വന്ന വാർത്ത കണ്ടില്ലേ, ആശാ വർക്കർമാർക്ക്. അപ്പം എന്നാൽ പൈസ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ പാടില്ലേ? അപ്പോൾ ആരാ കള്ളം പറയുന്നത്? ധനപ്രതിസന്ധി ഇല്ല എന്ന് കള്ളം പറയുന്ന മുഖ്യമന്ത്രിയാണ്. പച്ചക്കള്ളമാണ്. ഈ സംസ്ഥാനം ഇതുവരെ കാണാത്ത രൂക്ഷമായ ധനപ്രതിസന്ധി. ഒരു 1.5 ലക്ഷം കോടി ഇപ്പം കൊടുക്കാനുണ്ട്. 1.5 ലക്ഷം കോടി രൂപയുടെ ബാധ്യത മിനിമം അർജൻറ്റായി ചെയ്ത് തീർക്കേണ്ട ബാധ്യതയുണ്ട്. 5 വയസ്സില്ല കയ്യിൽ. നികുതി പിരിവ് മോശം. എന്നിട്ട് ആ കെടുകാര്യസ്ഥത ഞങ്ങൾ ജനങ്ങളോട് പറയണ്ടേ? സർക്കാർ പറയുന്നത് കേന്ദ്രത്തിന്റെ പണം, അത് കേരളത്തിൻ്റെതായ വരുമാന വർധന ഉണ്ടാകുന്നുണ്ട്. അതേസമയം കേന്ദ്ര വിഹിതം വരാത്തത് കൊണ്ടാണ് ആ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് ആവർത്തിക്കുന്നുണ്ട്. കേരളത്തിന്റെ വരുമാന വർധനവ് ഉണ്ടാകുന്നില്ല. ഞാൻ പറയട്ടെ, 30% കേരളം കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. GST കൺസ്യൂമർ ടാക്സ് ആണ്. ഈ GST വരുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാകേണ്ടിയിരുന്ന സംസ്ഥാനം കേരള. 10% താഴെയാണ് ആവറേജ് വരുമാന വർധനവ്. ബാക്കി പല സംസ്ഥാനങ്ങളും അതിൻ്റെയൊക്കെ മീതെ പോവാണ്. ഇവർക്ക് 35,000 കോടി രൂപ ഇവരുടെ കെടുകാര്യസ്ഥത കൊണ്ട് IGST കിട്ടിയിട്ടില്ല. 4,000
രൂപ ഒരു പവന് സ്വർണത്തിന് വിലയുണ്ടായിരുന്നപ്പോൾ കിട്ടിയ നികുതിയാണ് 75,000 രൂപ ഇപ്പോൾ ഇല്ലേ? 75,000 രൂപ സ്വർണത്തിന് പവന് വർദ്ധിപ്പിച്ചു. അതിൻ്റെ അപ്പോൾ 10-20 ഇരട്ടിയോളം വർദ്ധിക്കേണ്ടതാണ്. മനസ്സിലായേ? ഒരു 10,000 കോടി ഗോൾഡിൽ നിന്ന് കിട്ടുന്നില്ല. ഇവർ നികുതി പിരിവ് പരാജയപ്പെട്ടു. ഇവർ നികുതി പിരിക്കുന്നില്ല. നികുതി ഭരണ സംവിധാനം പാളി. ഇവർ വ്യാജ അവകാശവാദങ്ങളാണ്. കണ്ടല്ലോ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോഴും മുഖ്യമന്ത്രി പറയാണ് UDFൻ്റെ കാലത്ത് 400 സ്റ്റാർട്ടപ്പ് ഉണ്ടായില്ലേ 2016. ഇപ്പോൾ 6,000. UDFൻ്റെ കാലത്ത് ഇത് തുടങ്ങിയത് 2015 തുടങ്ങി 2016 ആയപ്പോൾ 400 എണ്ണം ഉണ്ടായി. അപ്പം അന്നാണിത് തുടങ്ങുന്നത്. ഉമ്മൻചാണ്ടിയാണ് അത് തുടങ്ങുന്നത്. ഈ എത്ര സ്റ്റാർട്ടപ്പുകളെ ഇവർ സഹായിച്ചു? നാട്ടിൽ പെട്ടിക്കട തുടങ്ങുന്നവരും മറ്റേ ബേക്കറി തുടങ്ങുന്നതൊക്കെ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് ചേർത്തേക്കുക. 3,44,000 സംരംഭം തുടങ്ങി എന്നുള്ള പച്ച കള്ളം പറഞ്ഞില്ലേ?